തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തർക്കം. യോഗം നടക്കുന്നത് ആവശ്യത്തിന് സ്ഥല സൗകര്യമുള്ളയിടത്തല്ല എന്നതാണ് പരാതിക്കിടയാക്കിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, ഇതെന്താണ് ഇങ്ങനെയൊരു പരാതി വരാനുണ്ടായ സാഹചര്യം? സജിത്ത്, കേൾക്കാമോ? എന്താണ് ഉണ്ടാവുന്നത് അവിടെ? യോഗം ആരംഭിച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം BJP അടക്കം ഉന്നയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് PS ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിലുണ്ട്. യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ടിക്കാറാം മീണ വിളിച്ച യോഗത്തിൽ വേണ്ടത്ര സൗകര്യങ്ങൾ, അത് യോഗം നടക്കുന്ന സ്ഥലത്ത് മതിയായ സൗകര്യങ്ങളില്ല എന്ന പരാതി BJP അംഗങ്ങൾ ഇവിടെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളില്ല. യോഗം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ശബരിമല അടക്കമുള്ള പ്രചരണ വിഷയങ്ങൾ ഉന്നയിക്കരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രസ്താവന, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ BJP യോഗത്തിൽ ഉന്നയിക്കും. കോൺഗ്രസും സമാന നിലപാട് തന്നെ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും ഈ വിഷയങ്ങൾ ഉന്നയിക്കരുത്, തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കരുത് എന്ന നിലപാട് ടിക്കാറാം മീണ സ്വീകരിച്ചിരുന്നു. സ്വാഭാവികമായി ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൽ മുൻ നിലപാടിൽ രാഷ്ട്രീയ കക്ഷികളും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ നിലപാടിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിന് പോലും ഇത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം BJP ഇതിനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗം നിർണായകമാണ്. ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. ഇത് ഈ വിഷയത്തിന് വഴങ്ങുകയില്ല, ഈ വിലക്കിന് വഴങ്ങുകയില്ല എന്ന നിലപാട് ഇതിനകം തന്നെ കോൺഗ്രസും BJPയും രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ സ്വീകരിച്ച നിലയ്ക്ക് അക്കാര്യം ആവർത്തിക്കുകയാണ് ടിക്കാറാം മീണ ചെയ്യുന്നതെങ്കിൽ എന്താകും യോഗത്തിനകത്തുണ്ടാവുക? അതായത് ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സമവായങ്ങൾ, അതായത് ശബരിമല വിഷയം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കപ്പെട്ടാൽ കുഴപ്പമില്ല, അതൊരു മതപരതയുടെ അതിരുകൾ ലംഘിക്കാൻ പാടില്ല എന്ന നിലയിലേക്കൊക്കെ ഉള്ള മറ്റ് നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ടിക്കാറാം മീണ താൻ എടുത്ത നിലപാട് വിശദീകരിക്കും ഇന്നത്തെ യോഗത്തിൽ. അതിന്റെ ഭരണഘടനാപരമായ ഒരു പ്രത്യേകത അദ്ദേഹം വിശദീകരിക്കും. കാരണം മതപരമായ വിഷയങ്ങൾ ആ തരത്തിൽ ഉന്നയിക്കരുത് എന്ന ഭരണഘടനയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് താൻ വ്യക്തമാക്കിയതെന്നായിരിക്കും ടിക്കാറാം മീണ തന്റെ നിലപാടിന് കൂടുതൽ വിശദീകരണം ഇന്നത്തെ യോഗത്തിൽ നൽകുക. ശബരിമല വിഷയം സ്വാഭാവികമായും ആ തരത്തിലാണ് ഇന്നത്തെ പരിഗണനയ്ക്ക് വരുന്ന ഒരു സാഹചര്യവും. ശബരിമല വിഷയത്തിൽ താൻ എടുത്ത നിലപാടിനെ രാഷ്ട്രീയ പാർട്ടികൾ തെറ്റായി വ്യാഖ്യാനിച്ചു തുടങ്ങിയ നിലപാടുകളും ടിക്കാറാം മീണയ്ക്കുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുൻ നിലപാട് ആവർത്തിക്കും. അങ്ങനെയെങ്കിൽ ഒരു സമവായം ഉണ്ടാവാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീണ്ടാൽ ഒരുപക്ഷെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യം ഉണ്ടാക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP സമീപിക്കുന്നു. ഒപ്പം തന്നെ ഈ നീക്കത്തിനെതിരെ അവർ തെരഞ്ഞെടുപ്പ് നിയമപരമായി തന്നെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ മാറാൻ സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് BJP ഇടുന്നത്. അതാണ് അവിടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ടി.ജി. സജിത്ത്.